അതേ സമയത്ത് ചെറുപ്പക്കാരെ, നമ്മൾ ഫാഷനും പരിഷ്കാരവുമാക്കിയിട്ട് അതാ വളരെ വലിയ തുണിയെടുത്തിട്ട് നെരിയാടിന്റെ ചോട് താഴ്ത്തിയിട്ട് വലിച്ചെടുക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അത് കിബ്റിന്റെ ലക്ഷണമാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മഖീല, അല്ലാഹു ഒരിക്കലും കിബ്ർ ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് കിബ്റുള്ളവനെയും അല്ലാഹു ഇഷ്ടപ്പെടൂല. അതുപോലെ ഇപ്പോൾ പല ചെറുപ്പക്കാരും തലമുടി 4 ഭാഗത്തു നിന്നും 1-ാം നമ്പറായി ക്രോപ്പ് ചെയ്തിട്ട് വടിച്ചിട്ട് മധ്യത്തിൽ മാത്രം കുറച്ച് മുടി അവിടെ വെച്ചതായി കാണുന്നുണ്ട്. ഏത് അമേരിക്കക്കാരനാണ് ഇതിന്റെ ഉസ്താദായിട്ടുള്ളത്? കടുത്ത തെറ്റല്ലേ ക്രോപ്പ് ചെയ്യുന്നത്? തലയിൽ നിന്ന് അല്പഭാഗം കളഞ്ഞിട്ട് ബാക്കി വെക്കുന്നത് കടുത്ത തെറ്റല്ലേ? അതുകൊണ്ട് ചെറുപ്പക്കാരെ, നമുക്ക് സ്നേഹിക്കാനൊരു നേതാവില്ലേ? പിന്തുടരാനൊരു നേതാവില്ലേ? ആ നേതാവിനേക്കാൾ ഭംഗിയുള്ള നേതാവ് ആരാണ്? ആ നേതാവിനേക്കാൾ സാംസ്കാരികമായി ഉയർന്നവരാരാണ്? ആ നേതാവിനേക്കാൾ വിവരമുള്ളവരാരാണ്? ആ നേതാവിനേക്കാൾ വലിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആ നേതാവിനേക്കാൾ വലിയ ഒരാൾ ആരാണ്? ഇന്നും അമേരിക്കക്കാരൻ അതാ അപ്പോളോവിൽ കയറിയിട്ട് അല്ലെങ്കിൽ മറ്റു വാഹനത്തിൽ കയറിയിട്ട് വല്ല ഗ്രഹത്തിലും പോയി ഇറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ അവൻ അവിടെ ഇറങ്ങിയെന്ന് പറയുകയല്ലാതെ നമ്മുടെ നേതാവ് പോയതിന്റെ ഒരു 10-1 പോലും ഇന്ന് വരെ പോകാൻ ഒരു അമേരിക്കക്കാരനും കഴിഞ്ഞിട്ടില്ലല്ലോ. വലഖദ് റആഹു നസ്ലതൻ ഉഖറാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശാ മാ സാഗൽ ബസർ വമാ തഗാ. ഖുർആൻ സൂചിപ്പിച്ചില്ലേ? ആകാശ ലോകങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ സഞ്ചരിച്ചില്ലേ? സർവ്വഗോളങ്ങളും അവിടുന്ന് ചെന്നു നോക്കിയില്ലേ? സ്വർഗവും നരകവും വരെ അവിടുന്ന് കണ്ടില്ലേ? അവിടുന്ന് പോകാത്ത ലോകമില്ലല്ലോ, സഞ്ചരിക്കാത്ത രാജ്യമില്ലല്ലോ, അവിടുന്ന് കാണാത്ത വിവരമില്ലല്ലോ, അറിയാത്ത വിഷയമില്ലല്ലോ. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ താജിം മിനൽ ളുലമി വബിത്ത തർഖാ ഇലാ അനിൽത മൻസിലതൽ. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് ചെയ്ത ഇസ്രാ നിങ്ങൾക്കറിയില്ലേ? അവിടുത്തെ മിഅ്റാജ് നിങ്ങൾക്കറിയില്ലേ? സുബ്ഹാനല്ലാഹ്. ഇന്ന് ഞാനും നിങ്ങളും മോട്ടോർ സൈക്കിളിന്റെ മേലെ കയറി പോകുന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാരാ, ഞാനും നിങ്ങളും കാറിൽ സവാരി ചെയ്യുന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാരാ, പ്ലെയിനിലും ട്രെയിനിലും പോകുന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാരാ, 1400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇലക്ട്രിക് കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്ത്, ഒരു യന്ത്രവും ഇല്ലാത്ത കാലത്ത്, ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത കാലത്ത് അവിടുന്ന് നമുക്ക് ഓതിത്തന്ന പരിശുദ്ധ ഖുർആനില്ലേ? ആ ഖുർആനിൽ അന്നത്തെ കാലത്തുള്ള വാഹനങ്ങളെ കുറിച്ച് എണ്ണി പറയുമ്പോ വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ, നിങ്ങൾക്ക് കയറാനുള്ള വാഹനങ്ങളാണ് കുതിരയും കഴുതയും ഒട്ടകവും ഗോവർ കഴുതയും ഒക്കെ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ആ റസൂലുള്ള നമുക്ക് ഓതിത്തന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? വയഖ്ലുഖു മാ ലാ തഅലമൂൻ.